ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും DMOയും സൂപ്രണ്ടും എല്ലാവരും DPMO എല്ലാവരും ചേർന്നുള്ള അവലോകന യോഗമാണ് ഇവിടെ നടന്നത്. ജില്ലാ കളക്ടർ മീറ്റിംഗിൽ പങ്കെടുത്തു. അതുപോലെ ജില്ലാ പോലീസ് മേധാവി ഇതിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ നിലവിൽ 13 പേരാണ് ഇവിടെ പരിക്കേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ 10 പേര് ICUവിലാണ് ഉള്ളത്. 5 പേർക്ക് അവരുടെ ഇഞ്ചുറി അധികം പൊള്ളൽ ഏറ്റിട്ടില്ല, പരിക്കുകൾ കുറവാണ്. എന്നാൽ അവർ ICUയുടെ ചികിത്സ, തീവ്രപരിചരണ വിഭാഗത്തിന്റെ ചികിത്സ ആവശ്യമായിട്ടുള്ളവരാണ്. 5 പേർക്ക് തീവ്രമായി നല്ല പൊള്ളലേറ്റവരും നല്ല പരിക്കുള്ളവരുമാണ്. അതിൽ തന്നെ 2 പേർ വെന്റിലേറ്ററിലാണ്. അതായത് 13 പേർ ഇവിടെ പരിക്കേറ്റും പൊള്ളലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 10 പേർ ICUവിലാണ്. 5 പേരുടെ നില കുറച്ച് ഗുരുതരമാണ്. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. 7 മൃതശരീരങ്ങളാണ് ഹോൾ ബോഡി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി 9 ബോഡി പാർട്സ് ആണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. 4 ബോഡികളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ 4 ബോഡികളിൽ 2 മൃതശരീരങ്ങൾ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയും അതിന്റെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മൃതശരീരങ്ങളും നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബോഡി പാർട്സ് ആയിട്ട് കിട്ടിയിട്ടുള്ള ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ശരീരഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ശരീരഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ആ ശരീരഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന അങ്ങനെ ആളുകൾ എത്തുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും അല്ലാത്തവ അതുൾപ്പെടെയുള്ളവ DNA പരിശോധന നടത്തുന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പിൾ എടുക്കും. അപ്പം നാളെ അതിരാവിലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്ന് ഉള്ള വിദഗ്ധർ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടി അതിരാവിലെ തന്നെ ഇവിടെ എത്തും. അപ്പോൾ ബോഡി പാർട്സിന്റെയും തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെയും സാമ്പിളുകൾ എടുത്ത് അവയുടെ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നടത്തും. അപ്പോൾ ബന്ധുക്കൾ എത്തുന്ന മുറയ്ക്ക് അവരുടെ സാമ്പിൾ ചിലത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവ ബന്ധുക്കളുടെ കൂടി ബോഡി സാമ്പിളുകൾ എടുത്ത് DNA പരിശോധനയിൽ മാച്ച് ചെയ്യുന്നത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ ചികിത്സയിലുള്ള എല്ലാവർക്കും തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനും സംവിധാനത്തിനും പുറമെ DMO, ജില്ലാശുപത്രിയിൽ നിന്നുള്ള ഡോക്ടേഴ്സിന്റെ സംഘത്തിന്റെയും പിന്തുണയുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്ന് ഉള്ള ഡോക്ടേഴ്സ്, ഇപ്പം തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് നിന്നും എറണാകുളത്തു നിന്നും അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്നും വിദഗ്ധരുടെ സംഘം, പ്ലാസ്റ്റിക് സർജൻസ്, മറ്റ് സർജറി ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധർ, അതോടൊപ്പം ഓർത്തോ വിഭാഗത്തിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ഒരു ടീം എത്തിച്ചേർന്നു. ബാക്കിയുള്ളവർ ഇന്ന് രാത്രി പുലർച്ചെയുമായിട്ട് എത്തിച്ചേരും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേഷ്യന്റിന് തന്നെ 3 മിനിമം ഡോക്ടേഴ്സിന്റെ ഒരു സേവനം ലഭ്യമാകുന്ന നിലയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഒരു മാനസിക പിന്തുണ ലഭ്യമാകുന്ന നിലയിൽ ഇപ്പോൾ നിലവിൽ 13 പേർ ചികിത്സയിൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പൊള്ളലൊന്നുമില്ലാതെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ 14 പേരുണ്ട്. ആളെ കൂടി അദ്ദേഹത്തിനൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതയോ, കാരണം ഈ ഒരു സംഭവത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരാളാണ്. അതുകൂടാതെ ഒരാൾ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവിടെ പോയി എന്നുള്ളതും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 പേരാണ്. പക്ഷെ അത് ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർ PRDയുടെ വാർത്താക്കുറിപ്പ് ഉണ്ടാകും, ഇപ്പോൾ ഉണ്ടാകും, രാവിലെയും ഉണ്ടാകും. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കും. അതുകൂടാതെ ജില്ലാ കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്, ആശുപത്രിയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇതെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടർ കോർഡിനേറ്റ് ചെയ്യും. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും മാധ്യമ പ്രവർത്തകരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒരു മാനസിക പിന്തുണ നൽകുന്നതിനും ഇതിലൊരു ആശങ്ക ഉണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സംഭവത്തിൽ കണ്ട അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള എല്ലാവർക്കും ആ നിലയിലുള്ള കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ളവർക്ക് അതുകൂടി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന എല്ലാ ചികിത്സയും ഇവർക്ക് ലഭ്യമാക്കി. 2 പേരുടെ കാര്യം പറഞ്ഞല്ലോ, വെന്റിലേറ്ററിലാണ്. 5 പേർക്ക് നല്ല ഗുരുതരമായിട്ടുള്ള ബേൺസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും തന്നെ തിരിച്ച് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമമാണ് നടത്തുന്നത്.
മരിച്ചവരുടെ 7 പേരാണോ വെച്ചിട്ടുള്ളത്? നമുക്ക് 7 ബോഡി പാർട്സ്, അതായത് പൂർണ്ണ ഹോൾ ബോഡി, പൂർണ്ണമായി ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടാതെ പൂർണ്ണമായ ശരീരങ്ങൾ കിട്ടിയിട്ടുള്ളത് 7 പേരുടേതാണ്. എന്നാൽ 9 ബോഡി പാർട്സ് കിട്ടിയിട്ടുണ്ട്, പല ഭാഗങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 2 പേരുടെയാണോ അങ്ങനെയൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൽ തിരിച്ചറിയാൻ കഴിയുന്ന, അതായത് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ബോഡി പാർട്സ് ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ചും എല്ലാത്തിലും തന്നെ ഒന്ന് DNA സാമ്പിൾ എടുക്കുക എന്നുള്ളതാണ്. ഈ ശരീരങ്ങളെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. പിന്നെ ചില ബോഡീസൊക്കെ ഐഡന്റിഫൈ ചെയ്തത് ഇപ്പോൾ കടുക്കൻ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് 4 എണ്ണം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഒരു തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി DNA സാമ്പിളിംഗ് നടത്തണം എന്നുള്ളത് തീരുമാനിക്കുകയും എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾക്കകം തന്നെ നമ്മുടെ RGCBയിലെ വിദഗ്ധ സംഘം ഇവിടെ എത്തി അതിന്റെ സാമ്പിൾസ് എടുക്കും. അത് പരിശോധനയ്ക്ക് അതിന്റെ മറ്റ് ഫർദർ ആയിട്ടുള്ള നടപടികളിലേക്ക് അവരത് കൊണ്ടുപോവുകയും ചെയ്യും. എല്ലാവരുടെയും തന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കിതിനൊരു SOP ഉണ്ട്. അപ്പോൾ ആ SOPക്ക് അനുസരിച്ചിട്ടുള്ള, നമ്മൾ വയനാട് ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട് ഇതേപോലെ തന്നെ നമുക്ക് ബോഡി പാർട്സ് കിട്ടുമ്പോൾ നമ്മൾ ഒരു പ്രോട്ടോകോൾ രൂപീകരിച്ചിരുന്നു, അതിലെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഏകദേശം അതുപോലെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥ കൂടിയുണ്ട്. കാരണം പൊള്ളലേറ്റ് കരിഞ്ഞ സാഹചര്യത്തിലായതുകൊണ്ട് കുറച്ചുകൂടി തിരിച്ചറിയുക ദുഷ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഹോൾ ബോഡി പൂർണ്ണ ശരീരങ്ങൾ കിട്ടിയവരുടെയും സാമ്പിൾസ് DNA പരിശോധനയ്ക്ക് എടുത്തിട്ട് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളത് മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും അപ്പം ഇന്നിപ്പോൾ നമുക്ക് അധികം കോളുകളിലൊന്നും ആശുപത്രിയിൽ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഇത് വിവരം അറിഞ്ഞ് നാളെ കൂടുതൽ ആളുകൾ ഒക്കെ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കളക്ട്രേറ്റിലും അതോടൊപ്പം തന്നെ ഇവിടെയും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അപ്പോഴുള്ള വിവരങ്ങൾ അറിയുന്ന താലൂക്കിലും വില്ലേജിലും കൂടി അതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. അതുകൊണ്ട് വിവരങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ലഭ്യമാകുന്ന നിലയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ 13+1 ഒരാൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആളാണ്. പിന്നെ വന്നിട്ട് പോയ ഒരാൾ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ 15 പേരെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 13 പേർ ഇവിടെ അഡ്മിറ്റഡ് ആണ്. മറ്റേ ഒരാളെ കൂടി ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു പിന്തുണ കൂടി നൽകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് 13 പേരും ഇവിടെ ചികിത്സയിലാണ്. ശരി.